ശനിയാഴ്ചയ്ക്കുള്ളിൽ, അതായത് ഈ വരുന്ന ശനിയാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ഇസ്രയേലി ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ തന്നെ റദ്ദാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച് ഹമാസ് ഇസ്രയേലി ബന്ദികളുടെ കൈമാറ്റം നിർത്തിവെച്ചു. വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേർന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തിന്റെ ഈ വരവ്, രണ്ടാം വരവ്, ഒരു ഒന്നൊന്നര വരവാണല്ലോ ജെയിംസേ. ഗുഡ് മോർണിംഗ്. നിലവിലുള്ള സകല മാനദണ്ഡങ്ങളും ഒരാൾ രാഷ്ട്രപിതാവോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലവനായാൽ എന്ത് ചെയ്യണം എന്ന് ഒരു റിട്ടൺ നിയമമുണ്ട്, ലിഖിത നിയമമുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിലംഘിക്കുന്ന തരത്തിലാണ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്കയിലെ കോടതികളുമായിട്ട് ഏതാണ്ട് ട്രംപ് ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ്. അതിനിടയിലാണ് ഒരുപാട് തരത്തിൽ ട്രംപ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇസ്രായേൽ പറയേണ്ട കാര്യമാണ് ട്രംപ് കയറി പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലി ബന്ദികളെ ഗസയിൽ നിന്ന് മുഴുവൻ പേരെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണം. ഒരുപക്ഷെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയാൻ ആഗ്രഹിച്ചതാണ്. പറഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേലിലും പുറത്തൊക്കെ വലിയ എതിർപ്പുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് അധികം മിണ്ടാതിരുന്ന കാര്യം ട്രംപിൻ്റെ വായിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ ആ വെടിനിർത്തൽ കരാറങ്ങ് ലംഘിച്ചേക്കാം എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ലീവ് എടുത്തു പോയ ഇസ്രായേലി സൈനികരോട്, അവർ 15 മാസമായി യുദ്ധത്തിലായിരുന്നു, തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഇസ്രായേൽ ഗസയിലേക്ക് വീണ്ടും കയറുന്ന തരത്തിൽ കാര്യങ്ങൾ പോയേക്കാമെന്നുള്ള ആശങ്ക പടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന ഈ ഹമാസിൻ്റെ പ്രവർത്തകരൊക്കെ രംഗത്ത് വന്നു. അവർ പച്ച റിബൺ കെട്ടി മാസ്ക് ധരിച്ച് അവരാണ് ഈ ബന്ദികളെയൊക്കെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. 16 ബന്ദികളെയാണ് ഇതുവരെ വിട്ടയച്ചത്. 33 പേരെ വിട്ടയക്കണം ഇതിനുള്ളിൽ. അതിൽ 8 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത്. എന്തായാലും ഇനിയും ബന്ദികൾ ഗസയിലെ ഹമാസിൻ്റെ കയ്യിലുണ്ട്. ഇപ്പുറത്ത് അത് തന്നെയാണ് അവസ്ഥ. 1900 പലസ്തീൻ തടവുകാരെ വിട്ടയക്കാന്നാണ് പറഞ്ഞത്. 566 പേരെ വിട്ടയച്ചിട്ടുള്ളൂ. എന്തായാലും ഹമാസ് ക്ഷുഭിതരായിട്ട് അവരെ നിർത്തിവെച്ചിരിക്കുന്നു ഈ ബന്ദി കൈമാറ്റം. അതിനെതിരെ കൂടിയാണ് ട്രംപിൻ്റെ വലിയ ഭീഷണിയുള്ളത്. എന്തായാലും അവർ പറയുന്നത് ഇപ്പോഴും പാലസ്തീനികളെ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ, ഗസയിൽ ഇപ്പോൾ മരണസംഖ്യ 48,000 കവിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വെടിനിർത്തൽ വന്നിട്ടും ആക്രമണം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജീവകാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നു ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തടയുന്നു. അപ്പോൾ ഈ കാരണം കൊണ്ട് ഒരു തരത്തിലും ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിലൊരു തീരുമാനമുണ്ടാവണം എന്ന രീതിയിലാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഹമാസ് ട്രംപിനോടും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസ നിങ്ങൾ ഒഴിഞ്ഞു വെക്കോ, ഞങ്ങളിത് റിയൽ എസ്റ്റേറ്റ് കേന്ദ്രമാക്കി, ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാം. 23 ലക്ഷം വരുന്ന പാലസ്തീനികൾ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് അത് പറയുന്നത്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പോയിക്കൊള്ളൂ. സ്വന്തം സ്ഥലം വിട്ട് പോയിക്കൊള്ളാൻ ഒരു രാജ്യത്തിൻ്റെ തലവൻ വേറൊരു രാജ്യത്തോട് പറയുന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഓർഡർ മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് SKN നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിൽ ഫെബ്രുവരി 27 അറബ് ലീഗ് അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 60 മുസ്ലിം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ കൂടിച്ചേരാൻ പോവുകയാണ് ട്രംപിൻ്റെ ഈ ഭീഷണിക്കെതിരെ. ഗസയിൽ നിന്ന് പാലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്നുള്ളത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ട്രംപിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള സൗദി അറേബ്യ അടക്കം UAE അടക്കമുള്ളവർ പറയുന്ന അവരെല്ലാവരും കൂടി വിളിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തമാശയായിട്ട് പറഞ്ഞല്ലോ, വേണമെങ്കിൽ പാലസ്തീൻ രാഷ്ട്രം സൗദി അറേബ്യയിൽ പോയി സ്ഥാപിച്ചോളൂ. അതിനെതിരെയൊക്കെയാണ് ഈ നീക്കം വന്നിരിക്കുന്നത്. ട്രംപ് യഥാർത്ഥത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലും അതുപോലെ പശ്ചിമേഷ്യയിലും വല്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് ഈ അമേരിക്കയോടും യൂറോപ്പിനോടും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് നടത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടതിന് ശേഷമാണ് ട്രംപ് ഈ പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ ഈ അതിശക്തമായിട്ടുള്ള നിലപാടുകളിലേക്ക് പോയിട്ടുള്ളത്. SKN. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ഇന്ത്യക്കാരെ വളരെ അധിക്ഷേപിച്ച് തിരിച്ചയച്ചു. മാത്രമല്ല അദ്ദേഹത്തിന് ഇറക്കുമതി ചുങ്കം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഇറക്കുമതിയിൽ ചുങ്കം ഏർപ്പെടുത്തിയ കയറ്റുമതിയിലും ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ള നിലപാടിലാണ് പല രാജ്യങ്ങളും. അപ്പോൾ നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ബാക്കി കിടക്കുകയാണ്. എങ്ങനെയാണ് ഈ വിദേശ സന്ദർശനത്തെ ഒരു വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ പി ജെയിംസ് നോക്കിക്കാണുന്നത്? SKN, ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നയതന്ത്ര നീക്കം തന്നെയാണ്. പ്രത്യേകിച്ച് വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഇറ്റ്സ് എ വെരി ടഫ് മൂവ്. മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡി അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ആ ഫ്രണ്ട് എന്ന് പറയുമ്പോഴും കച്ചവടത്തിൻ്റെ കാര്യം വരുമ്പോൾ ട്രംപ് അടിമുടി കച്ചവടക്കാരനാണ്. അവിടെ ഫ്രണ്ടും ഇല്ല, എരുമിയില്ല, ഒന്നുമില്ല. കാശുണ്ടോ നിങ്ങളുടെ കൂടെ? ഇന്ത്യ എന്തായാലും ബജറ്റിൽ മറ്റേ പല സാധനങ്ങളുടെയും
നികുതി 13-ൽ നിന്ന് 11 കുറച്ചിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് അല്പം ആശ്വാസം പകരുന്ന കാര്യമാണ്. ഈ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് ഫ്രണ്ട്ഷിപ്പൊക്കെ പറഞ്ഞാലും കച്ചവടം ആണ് അത് പ്രധാനപ്പെട്ട. ഇപ്പോൾ സ്റ്റീലിനും അലൂമിനിയത്തിനും 20% ടാക്സ് കൊണ്ടുവരുന്നു. ഇന്ത്യ 4000 കോടിയുടെ സ്റ്റീലും അലൂമിനിയമാണ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയെ വല്ലാതെ ബാധിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കച്ചവടക്കാരും വ്യവസായികളും ഇവരൊക്കെ പറഞ്ഞു. അതിൻ്റെ വ്യവസായത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ലോകമെമ്പാടും സ്വർണത്തിൻ്റെ വില കൂടുന്നു, ഡോളറിൻ്റെ വില കൂടുന്നു, രൂപയുടെ വില കുറയുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. SK നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യക്കാർക്ക് മുഴുവൻ അപമാനത്തോടെ തലകുനിക്കേണ്ടി വന്ന ഒരു സംഭവമാണ്. ഏതാണ്ട് 490-ലേറെ വരുന്ന ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് ഭ്രാന്ത് എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴും 298 പേരുടെ വിവരം മാത്രമേ ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് 180 പേരെ കുറിച്ചുള്ള ഒരു വിവരവും കൈമാറിയിട്ടില്ല. ഇന്ത്യ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആശങ്ക അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുവിൽ കൂടിയാണ് എത്തുന്നത്. ഇപ്പോൾ വ്യാപാര നികുതി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനയ്ക്കെതിരെ 10%, കാനഡയ്ക്കെതിരെ 25%, മെക്സിക്കോയ്ക്കെതിരെ 25%. അതിനിടയിൽ ഈ ബന്ധം ശക്തമാക്കി ഇതിൽ നിന്നൊക്കെ ഒഴിവായി ലഭിക്കുക എന്നുള്ള ചിന്തയായിരിക്കും നരേന്ദ്രമോദിക്കുണ്ടാവുക.